ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഷീ സെഡ് ടു ഹർ ഐ ഹാവ് ഓൺ ബ്ലാക്ക് ഷൂസ് എന്ന് പറയുമ്പോൾ സെഡ് ടു അല്ലേ, പാസ്റ്റ് ടെൻസ് ആണല്ലോ. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി സ്പീച്ചിലോട്ട് വന്നപ്പോഴോ ഐ ഹാവ് ഓൺ എന്ന് പറയുമ്പോൾ ഹാവ് പ്രസന്റ് അല്ലേ. അപ്പോൾ ഹാവ് ഓൺ എന്ന് പറയുമ്പോൾ ഹാവ് പ്ലസ് V3 അല്ലേ. അപ്പോൾ ഇതാണ് പ്രസന്റ് ടെൻസ്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ? പാസ്റ്റ് പ്ലസ് അല്ലേ, പാസ്റ്റ് പ്ലസ് പ്രസന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കണം? പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഏത് ടെൻസിലോട്ടാണ് മാറ്റേണ്ടത്? പാസ്റ്റ് ടെൻസിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ ഷീ സെഡ് ടു നമ്മൾ ടോൾഡ് ആക്കും അല്ലെ. ഷീ ടോൾഡ് ഹർ ഫ്രണ്ട് ദാറ്റ്. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഷീ ടോൾഡ് ഹർ ഫ്രണ്ട് ദാറ്റ് എന്നുള്ളത് ആ ഫോമിലോട്ട് വന്നു. അപ്പോൾ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് വരെ വന്ന ഭാഗത്തിന് വേറെ വ്യതിയാനങ്ങളൊന്നും സംഭവിച്ചില്ല. നമ്മൾ കറക്റ്റായിട്ട് എഴുതി ഷീ ടോൾഡ് ഹർ ഫ്രണ്ട് ദാറ്റ്. എന്നിട്ട് എന്താ പറഞ്ഞേ? ഐ ഹാവ് ഓൺ എന്ന ആരോട് പറഞ്ഞതാണ്? അവളുടെ സുഹൃത്തിനോട് പറയാണ് ഐ ഹാവ് ഓൺ, ഞാൻ ധരിച്ചിട്ടുണ്ട് എന്തോന്ന്? ബ്ലാക്ക് ഷൂസ്. ഞാൻ ബ്ലാക്ക് ഷൂസ് ധരിച്ചിട്ടുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഐ എന്ന് പറയുന്ന ആരാണ്? ഷീ ആയതുകൊണ്ട് ഐ എന്ന് പറഞ്ഞാൽ ഷീ അല്ലേ, അവളാണ് പറഞ്ഞത്. അപ്പോൾ ഐ മാറ്റി നമ്മൾ ഏത് എഴുതുക? ഷീ. ഐ മാറ്റി നമ്മൾ എടുക്കുക അല്ലേ, ഐ മാറ്റി ഷീ ആക്കുക. അപ്പോൾ ഷീ ആയി. ഓക്കെ, ഇനി ഹാവ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഹാവിന്റെ പാസ്റ്റ് നമുക്കറിയാമല്ലോ, ഹാഡ്. അപ്പൊ ഏത് സബ്ജക്റ്റ് വന്നാലും ഹാഡ് വരും. അത് സബ്ജക്റ്റ് സിംഗുലർ ആയാലും ഹാഡ് എഴുതാം, സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും ഹാഡ് എഴുതാം. ഐ വന്നാലും നമുക്ക് ഏത് തന്നെ എഴുതാവുന്നതാണ്? ഹാഡ് തന്നെ എഴുതാവുന്നതാണ്. അപ്പൊ ഷീ ഹാഡ് എഴുതിയല്ലോ. എന്നിട്ട് ഹാവ് വന്നതിന് ശേഷം V3 ഫോമാണല്ലോ ഓൺ എന്ന് പറയുന്നത്. ഈ ഓൺ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വെയർ. കണ്ടോ, WEAR. വിയർ എന്ന് വായിക്കരുത്, വെയർ എന്ന. നമ്മൾ മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നല്ലേ പറയുന്നത്. വെയർ. അതുപോലെ V2 ഫോം എന്ന് പറഞ്ഞാൽ ഓർ അല്ലെ, V3 ഫോം എന്ന് പറഞ്ഞാൽ ഓൺ. കണ്ടോ, അപ്പൊ വെയർ ഓർ ഓൺ അല്ലെ. അപ്പൊ നമുക്ക് ഹാവ് കഴിഞ്ഞാൽ V3 ഫോമാണ്. അപ്പൊ ഏതാ? ഓൺ യൂസ് ചെയ്തു. ഹാഡ് വന്നാൽ V3 ഫോം തന്നെയാണ്. നമുക്ക് വീണ്ടും ഓൺ തന്നെ യൂസ് ചെയ്യാം. ഓണിന് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഷീ ഹാഡ് ഓൺ എന്തുവാണ് അവൾ ധരിച്ചത്? ബ്ലാക്ക് ഷൂസ്. അപ്പൊ ബ്ലാക്ക് ഷൂസിന് അതുപോലെ എഴുതുക. അപ്പൊ അവൾ അവളുടെ സുഹൃത്തിനോട് പറഞ്ഞു. നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തേ? ഷീ ടോൾഡ് ഹർ ഫ്രണ്ട് ദാറ്റ് ഷീ ഹാഡ് വോൺ ബ്ലാക്ക് ഷൂസ്. ഷീ ഹാഡ് വോൺ ബ്ലാക്ക് ഷൂസ്. ഷീ ഹാഡ് വോൺ ബ്ലാക്ക്. അപ്പോൾ ഹാവ് പ്ലസ് V3 നമ്മളിവിടെ എങ്ങനെ മാറ്റി? ഹാഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ഇക്വേഷനാ ഫോളോ ചെയ്തേ? റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ്. പാസ്റ്റ് പ്ലസ് പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണ്. ഹാവ് പ്ലസ് V3 പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾ അതിനെ ഏത് ഫോമിലോട്ട് മാറ്റി? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റി. അതായത് ഹാഡ് പ്ലസ് ഓൺ എന്നാണ് പാസ്റ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചത്. അപ്പോൾ പാസ്റ്റ് പ്ലസ് പ്രസന്റ് പെർഫെക്റ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, റിപ്പോർട്ടിംഗ് വെർബ് ഒരു ടെൻസും എന്നാൽ റിപ്പോർട്ട് ചെയ്ത കാര്യം വേറൊരു ടെൻസും ആണെങ്കിൽ രണ്ടും ഡിഫറെൻറ്റ് ടെൻസുകളിലാണ് റിപ്പോർട്ടിംഗ് വെർബും റിപ്പോർട്ട് ചെയ്ത കാര്യവും തന്നിരിക്കുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എപ്പോഴും പാസ്റ്റ് ടെൻസ് ആയിരിക്കും അല്ലേ. പാസ്റ്റ് ടെൻസിലോട്ട് മാത്രമേ നമ്മൾ അത് എഴുതാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഇക്വേഷനാണ് ഫോളോ ചെയ്തത്? പാസ്റ്റ് പ്ലസ് പ്രസന്റ് പെർഫെക്റ്റ് ഈസ് ഏതായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ആയി. ഇനി നമ്മൾ പോകുന്നത് നാലാമതൊരു ചോദ്യത്തിലേക്ക് പോകാം. റാണി സെഡ് ടു അനിത. റാണി സെഡ് ടു അനിത. റാണി അനിതയോട് പറഞ്ഞു ഐ ഹാവ് ബീൻ വാട്ടറിങ് ദീസ് പ്ലാന്റ്സ് അല്ലെ. ഐ ഹാവ് ബീൻ വാട്ടറിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ദീസ് പ്ലാന്റ്സ്, ഈ ചെടികൾക്ക് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, കാരണം ഇപ്പോൾ നമ്മൾ പോലീസിന്റെ പരീക്ഷയ്ക്ക് വന്ന സമയത്ത് മലയാളത്തിൽ അതിന്റെ മീനിങ് എഴുതാനാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ആണെങ്കിൽ അത് കൊണ്ടേയിരിക്കുന്നു എന്ന മീനിങ്ങിലാണ് പോവാ. ഓടിക്കൊണ്ടേയിരിക്കുന്നു, ചാടിക്കൊണ്ടേയിരിക്കുന്നു, വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ കൊണ്ടിരിക്കുന്നു അല്ലെ, ഒഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഐ ആം വാട്ടറിങ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇത് ഐ ആം വാട്ടറിങ് അല്ല, പിന്നെയോ ഐ ഹാവ് ബീൻ വാട്ടറിങ് ആകുമ്പോൾ അത് എന്തായിട്ട് മാറും? കൊണ്ടേയിരിക്കുന്നതായിട്ട് മാറുന്നു. അപ്പൊ നമുക്കത് ഏത് ടെൻസിലോട്ടാണ് മാറ്റേണ്ടത് നോക്കാം. സെഡ് ടു എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് വരെയുള്ള ഭാഗം നമ്മൾ പരിശോധിച്ചു. ഏത് ടെൻസിലാണ് തന്നിരിക്കുന്നത്? പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. പിന്നെ ശേഷമുള്ള ഭാഗം നമ്മൾ പരിശോധിച്ചു.
ഹാവ് ബീൻ വാട്ടറിങ്, അതൊരു പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അത് പ്രസന്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് ഇക്വേഷനെ ഫോളോ ചെയ്യുക? പാസ്റ്റ് പ്ലസ് അല്ലെ പ്രസന്റ് ഈസ് ഈക്വൽ ടു ഏത് ടെൻസിലോട്ടാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്യേണ്ടത്? പാസ്റ്റ് ടെൻസിലോട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഫോളോ ചെയ്യാൻ നോക്കിയേ? പാസ്റ്റ് പ്ലസ് ഇവിടെ ഹാവ് ബീൻ വാട്ടറിങ് എന്ന് പറയുന്നത് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ. അപ്പൊ നമ്മൾ അതിനെ മാറ്റി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റി. അപ്പൊ ആൻസർ റാണി said to Anida that okay I have been എന്നുള്ളത് റാണിയാണല്ലോ പറഞ്ഞത്. അപ്പൊ റാണി മാറി ഷീ ആവും അല്ലേ. അപ്പൊ റാണിയാണ് പറയുന്നത് അല്ലേ. എന്താ റാണിയാണ് പറഞ്ഞത്? ഐ ഹാവ് ബീൻ എന്ന്. അപ്പോൾ റാണി മാറി ഷീ ആയി. പിന്നെ ഹാവ് ബീൻ എന്നുള്ളത് ഹാഡ് ബീൻ അല്ലേ. ഷീ ഹാഡ് ബീൻ വാട്ടറിങ് ദീസ് മാറി ദോസ് പ്ലാന്റ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് ദീസ് എങ്ങനെ മാറണം? ദോസ് ആയി മാറണം. ദിസ് ആണെങ്കിൽ ദീസ് ആയിട്ട് മാറും, ദീസ് ആണെങ്കിൽ അത് ദോസ് ആയിട്ട് മാറും. അപ്പൊ ആൻസർ എന്തുവാണ്? റാണി said to Anida that she had been watering those plants. She had been watering those plants എന്ന് പറയുന്ന ആൻസറിലോട്ട് ഇത് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഫോർമാറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് മെയിൻ റൂൾ, മെയിൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പ്ലസ് പ്രസന്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു റിപ്പോർട്ടിംഗ് വെർബ് വരുന്ന ഭാഗം പാസ്റ്റും റിപ്പോർട്ട് ചെയ്ത ഭാഗം പ്രസന്റും ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസ് പാസ്റ്റ് ആയിരിക്കണം. വ്യത്യസ്ത ടെൻസുകൾ വന്നാൽ പാസ്റ്റായി യൂസ് ചെയ്യേണ്ടത്. അല്ല ഓരോന്നായിട്ട് പഠിച്ചപ്പോൾ റിപ്പോർട്ടിംഗ് വെർബും വരുന്ന ഭാഗം ആദ്യം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റും സ്പീച്ചിലെ ടെൻസ് ഏതുമായാൽ പ്രസന്റും ആയാൽ അത് നമ്മൾ എങ്ങോട്ട് മാറ്റുക? സിമ്പിൾ പ്രസന്റുമായാൽ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റുക. പാസ്റ്റ് പ്ലസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കുക. പാസ്റ്റ് പ്ലസ് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക. പാസ്റ്റ് പ്ലസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കണ്ടീഷന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പ്ലസ് പ്രസന്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ്. ഒന്നുകൂടി പാസ്റ്റ് പ്ലസ് പ്രസന്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ്, പാസ്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ഈസ് ഈക്വൽ ടു സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പ്ലസ് പ്രസന്റ് കണ്ടിന്യൂസ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പ്ലസ് പ്രസന്റ് പെർഫെക്റ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പ്ലസ് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നേരത്തെ പറഞ്ഞു റിപ്പോർട്ടിംഗ് വെർബും സ്പീച്ചിലെ ടെൻസും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യവും വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് ടെൻസിലോട്ടാണ് മാറ്റേണ്ടത്. ഇനി അടുത്ത് നോക്കാം. ഇനി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം പാസ്റ്റ് ടെൻസ്. ഓക്കെ, സ്പീച്ചിലെ ടെൻസ് റിപ്പോർട്ട് ചെയ്ത കാര്യവും പാസ്റ്റ്. കണ്ടോ, രണ്ടും ഒരേപോലെയാണ് വന്നിരിക്കണം അല്ലേ. റിപ്പോർട്ടിംഗ് വെർബും പാസ്റ്റ്, റിപ്പോർട്ട് ചെയ്ത കാര്യവും പാസ്റ്റ്. അപ്പോൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ അപ്പൊ ഈ പാസ്റ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബാണ്. സെഡ്, ടോൾഡ് എന്നൊക്കെ വരുന്നതാണ്. ഈ പാസ്റ്റ് തന്നെ ഏതാ? സ്പീച്ചിലെ ടെൻസ്, അതായത് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് പോകുമ്പോൾ അത് ഏത് ടെൻസ് ആയിരിക്കണം? പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. അപ്പോൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ്. ഇക്വേഷൻ എന്തുവാണ്? പാസ്റ്റ് പ്ലസ് പാസ്റ്റ് ഈസ് ഈക്വൽ ടു ഏതായിരിക്കണം? പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. അപ്പോൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് ഈസ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരേ ടെൻസുകളാണ് വരുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന കാര്യവും സ്പീച്ചിലെ ടെൻസും ഒരേ ടെൻസാണ് വരുന്നതെങ്കിൽ അതെപ്പോഴും ഏതായിരിക്കണം? പാസ്റ്റ് ടെൻസിലോട്ടാണ് നമ്മൾ അതിനെ കൊണ്ടുപോകാനായിട്ട് അല്ലേ. അപ്പോൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ്. ഇനി നോക്കാം, പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സിമ്പിൾ പാസ്റ്റ് അല്ലേ, അതായത് വെർബിന്റെ രണ്ടാമത്തെ രൂപം. രണ്ടാമത്തെ പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ്, അതായത് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ഏത് ഫോം? ING ഫോം. മൂന്നാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് ഹാഡ് പ്ലസ് ഏത് ഫോം? V3 ഫോം. നാലാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതായത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ഏത് ഫോം? ING ഫോം.
ഇതാണ് നമ്മൾ 4 പാസ്റ്റ് ടെൻസുകൾ എന്ന് പറയുന്നത് അല്ലേ. 1 സിമ്പിൾ പാസ്റ്റ് വെർബിന്റെ രണ്ടാമത്തെ രൂപം, 2 പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് ഓർ വെയർ ഇട്ട് ing ഫോം എഴുതുക, 3 പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3 ഫോം എഴുതുക പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് 4 റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഈ 4 പാസ്റ്റിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും തരിക. റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പാസ്റ്റ് ടെൻസും ആയിരിക്കും അല്ലെ, അത് കോമൺ ആണ്. ഇപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് പാസ്റ്റ്, റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസ് ആയിരിക്കും? പാസ്റ്റും. റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ 4 ഈ ടെൻസിൽ, സിമ്പിൾ പാസ്റ്റിലോ പാസ്റ്റ് കണ്ടിന്യൂസിലോ പാസ്റ്റ് പെർഫെക്റ്റിലോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം വരിക അല്ലെ. അപ്പൊ നമ്മളിത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ റിപ്പോർട്ടിംഗ് വെർബ് അല്ലെ, റിപ്പോർട്ടിംഗ് വെർബ് ഒന്നുകൂടെ എഴുതിയിട്ട് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് അല്ലെ, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റും സ്പീച്ചിലെ ടെൻസ് സിമ്പിൾ പാസ്റ്റുമാണ് തരുന്നതെങ്കിൽ, V2 ഫോമാണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. ശ്രദ്ധിച്ചു പഠിക്കുക. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റും സ്പീച്ചിലെ ടെൻസും പാസ്റ്റ് ആയിരിക്കും. അത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ്. അപ്പോൾ V2 ഫോം തന്നിട്ടില്ലേ, ആ V2 ഫോമിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഏതിലോട്ട് മാറ്റും? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റും അല്ലേ. അപ്പൊ നമുക്കിവിടെ ആ ഫോം എഴുതുകയാണെങ്കിൽ 1 V2 is equal to ഏതാണ്? ഹാഡ് പ്ലസ് V3. മനസ്സിലായില്ലേ? അപ്പൊ സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് പെർഫെക്റ്റ്. ഒന്നുകൂടെ പറഞ്ഞേ, പാസ്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ഈസ് ഈക്വൽ ടു ഏതായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ്. സ്പീച്ചിലെ ടെൻസ് നോക്കിയപ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂവസ്, അതായത് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ing ഫോം. വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ഏത് ഫോമാണ്? ing ഫോമാണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റുക. കണ്ടോ? അപ്പോൾ വാസ് ഓർ വെയർ പ്ലസ് ing എങ്ങനെ മാറും? അപ്പൊ നമ്മൾ ഫോം എഴുതാം, വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ing എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing മാറും. ഉണ്ടല്ലോ. അപ്പൊ V2 നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? V1 ഫോമിനെ V2 ആക്കി. പക്ഷെ V2 ഫോം വരികയാണെങ്കിൽ ഞാൻ ഹാഡ് പ്ലസ് V3 ആക്കി മാറ്റണം. അതൊരു ടെൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റുക. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്, അത് എന്താണ്? സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റുക. സിമ്പിൾ പാസ്റ്റ് വന്നാലും അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ. അപ്പോൾ V2 ഫോം നമ്മൾ എങ്ങോട്ട് മാറ്റി? ഹാഡ് പ്ലസ് V3 മാറ്റി. വാസ് ഓർ വെയർ പ്ലസ് ing വന്നപ്പോൾ നമ്മൾ അതിനെ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing മാറ്റി. ഇനി റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, മൂന്നാമത്തെ അല്ലെ, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ്. സ്പീച്ചിലെ ടെൻസ് നോക്കിയേ പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് ഹാഡ് പ്ലസ് V3 ആയിരിക്കും. അങ്ങനെ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ അതിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അതായത് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഹാഡ് പ്ലസ് V3 തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഹാഡ് പ്ലസ് V3 ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഹാവോ ഹാസോ ആണ് വരുന്നെങ്കിൽ നമ്മൾ ഹാഡ് പ്ലസ് V3 ആക്കണം. ഹാഡ് പ്ലസ് V3 വന്നാൽ ഏത് തന്നെയാണ്? ഹാഡ് പ്ലസ് V3. നേരത്തെ പഠിച്ചതാണ് നമ്മൾ. ഹാസ് ഹാവ് വന്നാൽ ഹാഡ് ആകുന്നു, എന്നാൽ ഹാഡ് വന്നാൽ അതേ ഹാഡ് തന്നെ എഴുതുക, ഒരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഹാഡ് പ്ലസ് V3 അതുപോലെയല്ലേ എഴുതേണ്ടത്? ഇപ്പൊ 3 ഹാഡ് പ്ലസ് V3 ഈസ് ഈക്വൽ ടു ഏത് തന്നെയാണ്? ഹാഡ് പ്ലസ് V3 തന്നെയാണ്. ഹാഡ് പ്ലസ് V3 ഈസ് ഈക്വൽ ടു ഏതാണ്? ഹാഡ് പ്ലസ് V3 തന്നെ എഴുതുക, ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഓക്കെ, ഇനി റിപ്പോർട്ടിംഗ് വെർബ് വന്ന ഭാഗം പാസ്റ്റ്. ഓക്കെ, സ്പീച്ചിലെ ടെൻസ് നോക്കിയപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്, അതായത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing ഫോമിലോട്ട് തന്നാൽ നമ്മൾ അതിനെ ഒരു മാറ്റവും വരുത്താതെ അതേപോലെ എഴുതണം. അപ്പൊ ഏതാണ്? ഹാഡ് പ്ലസ് ഏതാ? ബീൻ പ്ലസ് ing is equal to ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing. അപ്പൊ ഇതിന് രണ്ടിന് മാറ്റമില്ല. കണ്ടോ? മാറിയത് ഏതാ? 1ഉം 2ഉം ആണ് മാറി. ഒന്ന് V2 ഫോം ഹാഡ് പ്ലസ് V3 മാറി. വാസ് ഓർ വെയർ പ്ലസ് ing ഏതാണ്? ഹാഡ് ബീൻ പ്ലസ് ing മാറി. എന്നാൽ ഹാഡ് പ്ലസ് V3 തന്നെയാണ്. ഹാഡ് ബീൻ പ്ലസ് ing എന്ന് പറഞ്ഞാൽ ഹാഡ് ബീൻ പ്ലസ് ing തന്നെയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഫോമാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ലേ ഇത്. വളരെ സിമ്പിൾ ആയത്. നമുക്ക് 2 ടെൻസുകൾ മാത്രമേ മാറ്റേണ്ടി വരുന്നുള്ളൂ. ഏതിനൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ടും പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ടും പാസ്റ്റ് പെർഫെക്റ്റ് ഏത്
തന്നെയാണ്, പാസ്റ്റ് പെർഫെക്റ്റ് തന്നെയാണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഏത് തന്നെയാണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരേപോലെയുള്ള ടെൻസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നതും ഒരു ടെൻസ് എന്നാൽ റിപ്പോർട്ട് ചെയ്ത എന്താണോ അതും ഏതാണ്ട് സെയിം ടെൻസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചും അതേ ടെൻസ്, ജാതി മാറാതെ അതേ ടെൻസിലോട്ട് തന്നെ എഴുതണം. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത കാര്യവും പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ്. റിപ്പോർട്ട് ചെയ്ത കാര്യം പ്രസന്റ് ആണ്, റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ആണ്, റിപ്പോർട്ട് ചെയ്ത കാര്യവും പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് പ്ലസ് പ്രസന്റ് ഈസ് ഈക്വൽ ടു തന്നെയായിരിക്കണം, പ്രസന്റ് തന്നെയായിരിക്കണം. അതിനെ ഒരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ്, സ്പീച്ചിലെ ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വരിക. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ്, സ്പീച്ചിലെ ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് വരിക. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ്, സ്പീച്ചിൽ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ്, സ്പീച്ചിൽ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ യൂസ് ചെയ്യുക, ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഒരു ഫോർമാറ്റിക് ബേസിലായിട്ട് ആണ് വരുന്നതെങ്കിൽ പാസ്റ്റ് പ്ലസ് V2 is equal to had plus V3, past plus was or were plus ing is equal to had been plus ing, past plus had plus V3 is equal to had plus V3, past plus had been plus ing is equal to ഏതാണ്. അപ്പോൾ നോക്കണേ, V2 had plus V3 ആകുന്നു. അതുപോലെ ഈ ഫോം വെച്ചുകൊണ്ട് നമ്മൾ ടെൻസ് പറയുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു. V2 had plus V3 ആയി. was or were plus ing എങ്ങനെ മാറി, had been plus ing ആയി. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. had plus V3 എന്നുള്ളത് had plus V3 തന്നെയാണ്, മാറ്റമില്ല. പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ. had been plus ing എങ്ങനെ മാറി, had been plus ing ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ ആയിരിക്കണം. വളരെ സിമ്പിളായി പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. റിപ്പോർട്ടഡ് സ്പീച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, അല്ലേ?